തന്ത്രിയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, ഈ സംഭവം കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോർഡ് മെമ്പർമാരെ അറിയിച്ചിരുന്നു, ദേവസ്വം വകുപ്പിനെ അറിയിച്ചിരുന്നു, അതായത് കടകംപള്ളി സുരേന്ദ്രനെ അറിയിച്ചിരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ അറിയാമായിരുന്നു ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവരുടെ അടുത്തേക്ക് അയച്ചതും കടകംപള്ളി സുരേന്ദ്രൻ. 2018-19 കാലത്ത് കടകംപള്ളി സുരേന്ദ്രന് ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട്. ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കാം. 2019 ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. ആദ്യം പോയി നല്ല കോടികൾ കിട്ടിയെന്ന്. അപ്പോൾ രണ്ടാമത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഇറങ്ങിയത്. അപ്പോൾ രണ്ടാമത് ഇറങ്ങിയ ആളുകളും ഇപ്പോൾ കോടതി പറഞ്ഞല്ലോ ഇതെല്ലാം. ഇപ്പം ഞങ്ങൾ പറഞ്ഞതിൽ ഒരു നുണ പോലും ഉണ്ടായില്ല, അതിശയോക്തി വല്ലതും ഉണ്ടായിരുന്നു. ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞതല്ലേ കോടതി ശരിവെച്ചിരിക്കുന്നു. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കോ അല്ലെങ്കിൽ മുരാരി ബാബുവിലേക്കോ പത്മകുമാറിലേക്കോ എൻ വാസുവിലേക്കോ എല്ലാം മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പരിമിതിപ്പെടുത്താൻ ഒരു കാരണവശാലും പ്രതിപക്ഷം സമ്മതിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങൾ അത്രയും അടിച്ചു മാറ്റിയത് CPM സർക്കാരിൻ്റെ കാലത്താണ്. അതായത് 2018 മുതൽ തുടങ്ങിയതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. കൃത്യമായി പ്രതിപക്ഷത്തിന് ഇതിന് തെളിവുണ്ട്, കണക്കുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ശബരിമലയിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ തനി തങ്കത്തിൻ്റെ സ്വർണ്ണപ്പാളികൾ സംസ്ഥാനത്തിന് പുറത്ത് അന്യ സംസ്ഥാനത്ത് വലിയൊരു കോടീശ്വരന് വിറ്റിരിക്കുന്നു. ആ കോടീശ്വരന് ആരാണ് എന്നുള്ളത് കൃത്യമായി കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്ന് തന്നെയാണ് നേരത്തെ വി.ഡി. സതീശൻ ആക്ഷേപം ഉയർത്തിയിരുന്നത്. ഇതിനെതിരെ കടകംപള്ളി വി.ഡി. സതീശനെതിരെ മാനനഷ്ട കേസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വി.ഡി. സതീശൻ തൻ്റെ വാക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയുന്നു, നമ്മളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴാണ്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ അറിയാമായിരുന്നു. അവർ തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് പരിചയപ്പെടുത്തിയത് കടകംപള്ളി തന്നെയാണ്. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ 2018 മുതൽ ബന്ധമുള്ളത് ഞങ്ങൾക്കറിയാം, വേണമെങ്കിൽ കൃത്യമായ തെളിവുകൾ ഞങ്ങൾ തരാൻ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് തീർത്തു പറയുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു അഭിപ്രായമോ ആരോപണമായി തള്ളിക്കളയാനാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പത്മകുമാറിൻ്റെ ഭാഷ കടം കൊണ്ട് പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായ ഒരു പത്മകുമാറോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു കമ്മീഷണറോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മുരാരി ബാബുവോ മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ നിന്നും സ്വർണം കടത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ശബരിമലയിൽ നടത്താൻ സാധിക്കില്ല എന്ന് പത്മകുമാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അക്കമിട്ട് അടയാളപ്പെടുത്തി പറയുന്നു, CPMൻ്റെ സമുന്നത നേതൃത്വം അറിയാതെ ശബരിമലയിൽ ഇത്തരം ഒരു സ്വർണ്ണക്കൊള്ള തീവെട്ടിക്കൊള്ള നടന്നിട്ടില്ല. അതുകൊണ്ട് CPMൻ്റെ സമുന്നതരായ നേതാക്കൾക്ക് എല്ലാവർക്കും ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അറിയാം. ഇത് തന്നെയാണ് പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം അറിയിക്കേണ്ട ആളുകളെ അറിയിച്ചിട്ടുണ്ട്, ദേവസ്വത്തെ അറിയിച്ചിട്ടുണ്ട്. ദേവസ്വത്തെ അറിയിച്ചതിന് ശേഷം തന്നെയാണ് ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികളും സ്വർണ്ണക്കട്ടുകളയുമെല്ലാം ഇളക്കി കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ദേവസ്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവസ്വം വകുപ്പ് മന്ത്രി അന്ന് 2019 തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി പത്മകുമാർ ഇരിക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. അങ്ങനെയാണെങ്കിൽ ദേവസ്വം വകുപ്പിനെ എല്ലാം താനിത് അറിയിച്ചിട്ടുണ്ട് എന്ന് പത്മകുമാർ പറയുമ്പോൾ തീർച്ചയായും അത് കടകംപള്ളി സുരേന്ദ്രന് ഇത്തരം വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയുള്ള ഒരു സാക്ഷ്യപത്രമായി കണക്കിലെടുക്കാം എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ പറയുന്നത്. ശബരിമല സ്വർണ്ണങ്ങൾ അത്രയും അടിച്ചു മാറ്റിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിമാരായിരുന്നവരും CPMൻ്റെ കീഴെയുള്ള ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് തന്നെയാണ്. ഇതിൽ യാതൊരുവിധ തർക്കവുമില്ല. SIT നിഷ്പക്ഷമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ക്ലിഫ് ഹൗസിലേക്ക് വരെ കയറി ചെല്ലേണ്ടതായൊരു അവസ്ഥയുണ്ടാകും. ആ അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പത്മകുമാറിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കുമെല്ലാം ഈ അന്വേഷണം ഒതുക്കി തീർക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ശ്രമിക്കുന്നത് എന്നൊരു ആരോപണം കൂടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തുകയുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം പ്രക്ഷോഭത്തിനിറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ പത്മകുമാറിനെയോ SITയുടെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന വമ്പൻ സ്രാവുകളെ, വമ്പൻ കൊള്ളക്കാരെ മറച്ചു പിടിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. CPMൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വേറെ ആരെയും അന്വേഷിച്ച് പോകേണ്ടതില്ല. ഇതുവരെ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളിൽ 1, 2, 3, 4 എന്ന് എണ്ണി തുടങ്ങുകയാണെങ്കിൽ എത്ര അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും ആളുകൾ CPMൻ്റെ സമുന്നതരായ നേതാക്കൾ, MLA മാർ, അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ദേവസ്വം കമ്മീഷണർമാർ, ദേവസ്വം പ്രസിഡന്റുമാർ, അതുപോലെ ദേവസ്വത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ
ഇവരെല്ലാവരും തന്നെ CPM-ന്റെ സംഘടനാ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളാണ്, CPM-ന്റെ MLA-മാരാണ് എന്നൊക്കെ പറയുമ്പോൾ, മറ്റൊരാളെ ഇതുവരെയും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, CPM-ന്റെ സംഘടനാ സംവിധാനങ്ങൾ അത്രയും ഉപയോഗിച്ചുകൊണ്ട്, ഭരണത്തിൻ്റെ സ്വാധീനവും ഭരണത്തിൻ്റെ തണലും താങ്ങും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം ഇവർ കട്ടുമുടിച്ച് കൊണ്ടുപോയത് എന്ന് തന്നെയാണ് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെ VD സതീശൻ ആത്മാർത്ഥയോടുകൂടി അടിവരയിട്ട് പറയുമ്പോൾ, കൃത്യമായി കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും കുരുക്കിലാകുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. VD സതീശൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സമന്നതരായ ആളുകൾക്കും 2019 ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമെല്ലാം ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ശബരിമലയിൽ നടന്ന ഈ കൊള്ള, ഈ സ്വർണ്ണക്കൊള്ള, അത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന വിഷയമാകും, ഒരു സംശയം വേണ്ട. കാരണം അതിൻ്റെ പുറകിൽ ഒരു CPM ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പങ്കാളികളായ ആളുകളെ ഇപ്പോഴും CPM സംരക്ഷിക്കുകയാണ്. മോഷണ കുറ്റത്തിന്, അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്തതിന് ജയിലിൽ പോയ 2 നേതാക്കന്മാർക്കെതിരായി നടപടിയെടുക്കില്ല എന്ന് പറയാൻ തൊലിക്കെട്ടി കാണിച്ചൊരു പാർട്ടി സെക്രട്ടറിയാണുള്ളത്. എന്താ കാര്യം? അവരെ പേടിയാണ്. അവർ മൊഴി കൊടുത്താൽ വലിയ വമ്പൻ നേതാക്കന്മാർ പെടുമോ എന്നുള്ള പേടിയിലാണ് അവർക്കെതിരായി നടപടിയെടുക്കാതിരിക്കുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള ഒരു വിഷയം. അപ്പോൾ ഈ വിഷയം ഗൗരവമായി കേരളം ചർച്ച ചെയ്യും. അയ്യപ്പൻ്റെ ശ്രീകോവിലിലെ വാതിലും കട്ട്ളയും ദ്വാരപാലക ശില്പവും കൊള്ളയടിക്കുകയും ഒരു പ്രാവശ്യം, രണ്ടാമത് കൊള്ളയടിക്കാൻ ആരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ രണ്ടാമത് കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾ മുഴുവൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോകണം. ജയിലിലേക്കുള്ള ഈ ഘോഷയാത്ര തുടരുകയാണ്, ഒരു സംശയവും വേണ്ട, അത് കൊണ്ടുവരും. തന്ത്രിക്കെതിരെ മാത്രമല്ലല്ലോ, തന്ത്രിക്ക് അറിയാമായിരുന്നു, തന്ത്രിയല്ലല്ലോ ഉത്തരവാദി, തന്ത്രിയല്ലല്ലോ, അത് SIT അന്വേഷിക്കട്ടെ. തന്ത്രിയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, ഈ സംഭവം കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോർഡ് മെമ്പർമാരെ അറിയിച്ചിരുന്നു, ദേവസ്വം വകുപ്പിനെ അറിയിച്ചിരുന്നു, അതായത് കടകംപള്ളി സുരേന്ദ്രനെ അറിയിച്ചിരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ അറിയാമായിരുന്നു ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവരുടെ അടുത്തേക്ക് അയച്ചതും കടകംപള്ളി സുരേന്ദ്രന്. 2018-19 കാലത്ത് കടകംപള്ളി സുരേന്ദ്രന് ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട്. ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കാം. 2019 ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. അല്ലാതെ ഇപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയണത് എപ്പോഴാണ്? ഈ കോടതി ഇടപെട്ടപ്പോഴാണ് അറിയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ അപ്പോഴല്ല, 2019 ഈ മോഷണം നടക്കുന്ന കാലത്ത് അറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ പുറത്തു വരും. അതുകൊണ്ടാണ് CPM ഇതിലെ കുറ്റവാളികളെ, ശബരിമലയിലെ കവർച്ചക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM എടുത്തിരിക്കുന്നത്. അതിന് മറുപടി CPM-നെ കൊണ്ട് ജനങ്ങൾ പറയിപ്പിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. വരട്ടെ എന്ന് SIT അന്വേഷിക്കട്ടെ. ഹൈക്കോടതി നിയോഗിച്ച SIT അവരുണ്ട്, അവരന്വേഷിക്കട്ടെ. എന്നിട്ട് ഹൈക്കോടതിയിലേക്കല്ലേ റിപ്പോർട്ട് കൊടുക്കേണ്ടത്, ഹൈക്കോടതി അത് പരിശോധിക്കട്ടെ. ഞാൻ കുറ്റവാളികളെ തീരുമാനിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ അന്നിരുന്ന ആളുകളാണ്. രാഷ്ട്രീയ തീരുമാനമാണ്, പൊളിറ്റിക്കലായിട്ടുള്ള എടുത്ത ഡിസിഷനാണ് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. രണ്ടാമത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ആരും അറിഞ്ഞില്ലല്ലോ, നാട്ടിലാരും അറിഞ്ഞില്ലല്ലോ ആദ്യത്തെ കളവ്. അപ്പോൾ രണ്ടാമത് കാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് തന്നെ. ഇവർക്കറിയാമായിരുന്നു, നമുക്കറിയില്ല. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ജനങ്ങൾക്കും അറിയില്ല, പക്ഷെ കട്ടവർക്കറിയായിരുന്നു ആദ്യം പോയി നല്ല കോടികൾ കിട്ടിയെന്ന്. അപ്പോൾ രണ്ടാമത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഇറങ്ങിയത്. അപ്പോൾ രണ്ടാമത് ഇറങ്ങിയ ആളുകളും ഇപ്പോൾ കോടതി പറഞ്ഞല്ലോ ഇതെല്ലാം. ഇപ്പം ഞങ്ങൾ പറഞ്ഞതിൽ ഒരു നുണ പോലും ഉണ്ടായില്ല, അതിശയോക്തി വല്ലതും ഉണ്ടായിരുന്നു? ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞതല്ലേ കോടതി ശരിവെച്ചിരിക്കുന്നു.